Hi dear students, warm good morning to all and welcome back to our English class. ഇന്നു മുതൽ നമ്മുടെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കളുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഓൺലൈനായി ആരംഭിക്കുകയാണ്. നമുക്കറിയാം നാം എല്ലാവരും ഒരു യാത്രയിലാണ്. ഏത് യാത്രയാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത് നിങ്ങളിങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ടാവും. നമ്മളെല്ലാവരും എന്താണ് ജീവിതമാകുന്ന യാത്രയിലാണ്. ലൈഫ് ഈസ് എ ജേണി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ലക്ഷ്യം എന്താണ്? സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ? പക്ഷേ നമ്മുടെ യാത്രകൾക്കെല്ലാം ഇപ്പോൾ ഒരു തടസ്സം നേരിട്ടിരിക്കുന്നു. COVID-19 എന്ന മഹാമാരിയുടെ പിടിയിലകപ്പെട്ടിരിക്കുകയാണ് ലോകം മുഴുവനും. അപ്പോൾ നമ്മുടെ പല യാത്രകളും നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വെക്കേഷൻ കാലത്തും പലയിടത്തേക്കും യാത്ര ചെയ്യാമെന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്താണ്, ഈ കോവിഡ് മൂലം നമുക്ക് ആ യാത്രകളൊന്നും സാധ്യമാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കതൊക്കെ തുടങ്ങാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് നമുക്ക് ആരംഭിക്കാം. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് യാത്രയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ യാത്ര പോകുന്നത് എങ്ങോട്ടാണ്? നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പലപ്പോഴും യാത്രകൾ പോകാറ്. നമ്മൾ കണ്ട സ്ഥലത്തേക്ക് പിന്നെയും പിന്നെയും യാത്ര പോകുന്നതിൽ നമുക്ക് അത്ര താല്പര്യം തോന്നാറില്ല അല്ലേ? നമുക്ക് താല്പര്യം തോന്നുന്നത് എന്താണ്? നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകുമ്പോഴാണ്. അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് 5 യൂണിറ്റുകളാണ്. 5 യൂണിറ്റിലും വ്യത്യസ്ത പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് ടു ദ അൺനോൺ. അൺനോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയപ്പെടാത്ത അല്ലെങ്കിൽ അജ്ഞാതമായ. അതെ, അജ്ഞാതമായ സ്ഥലത്തേക്ക് നമുക്ക് യാത്രകൾ പോകാം അല്ലേ? ഈ പാഠഭാഗത്ത് യാത്രകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3 പാഠഭാഗങ്ങളാണ്. ആദ്യം ഒരു പോം. ദ നെയിം ഓഫ് ദ പോം ഈസ് ട്രാവൽ, റിട്ടൺ ബൈ R.L. സ്റ്റീവൻസൺ. നെക്സ്റ്റ് ദ ഗിഫ്റ്റ്, എ സ്റ്റോറി ബൈ S.K. പൊറ്റക്കാട്. ആൻഡ് അവലാഞ്ചി, എ ട്രാവലോഗ് ബൈ മോറിസ് ഹെർസോഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പോമാണ്. പോയത്തിൻ്റെ പേരാണ് ദ ട്രാവൽ. ട്രാവൽ മീൻസ് യാത്ര അല്ലേ? ദ പോം റിട്ടൺ ബൈ R.L. സ്റ്റീവൻസൺ. നമുക്ക് ആദ്യം പോയറ്റിനെ കുറിച്ച് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 13 പേജ് എടുക്കുക. അതിൽ താഴെ ഭാഗത്തായി ആ പോയറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ പോയറ്റിനെ പരിചയപ്പെടാം. R.L. സ്റ്റീവൻസൺ 1850-1894. എപ്പോഴാണ് ജനിച്ചത്? 1850 ജനിച്ചു. 1894 മരണപ്പെട്ടു. Was a well-known Scottish poet, travel writer, essayist and a novelist. വളരെ പ്രശസ്തനായ ഒരു സ്കോട്ടിഷ് പോയറ്റാണ് ആര്? R.L. സ്റ്റീവൻസൺ. പിന്നെ കവിതകൾ മാത്രമാണോ എഴുതിയിരുന്നത്? അല്ല. ഹിസ് എ ട്രാവൽ റൈറ്റർ, എസ്സേയിസ്റ്റ് ആൻഡ് നോവലിസ്റ്റ്. ട്രാവൽ റൈറ്റിംഗ് മീൻസ് യാത്രാ വിവരണങ്ങളും എഴുതിയിരുന്നു. എസ്സേകളും പിന്നെ എന്താണ്, നോവലുകളും അദ്ദേഹം എഴുതിയിരുന്നു. Owing to charm of his storytelling, he was popularly known as the teller of stories. അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന ആ ഒരു ഭംഗി, ആ ഒരു ശൈലി കാരണം അദ്ദേഹം എന്താണ് അറിയപ്പെട്ടിരുന്നത്? ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ദ ടെല്ലർ ഓഫ് സ്റ്റോറീസ് അല്ലേ? നല്ല കഥ പറയുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയുമോ? ടെല്ലർ ഓഫ് സ്റ്റോറീസ് എന്ന് പറയാം. വെറുതെ കഥ പറഞ്ഞു പോകുന്ന ആൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു പേര് കൊടുക്കുമോ? ഇല്ല. ഹി വാസ് ആൻ ഇൻവെറ്ററേറ്റ് ടൂറിസ്റ്റ്. എങ്ങനെയുള്ള ആളായിരുന്നു? യാത്രാ വിവരണങ്ങൾ എഴുതണമെങ്കിൽ എങ്ങനെയുള്ള ആളായിരിക്കണം? യാത്രകൾ നടത്തുന്ന ആളായിരിക്കണം അല്ലേ? ഇൻവെറ്ററേറ്റ് മീൻസ് അടിയുറച്ച്, അതായത് യാത്രകളിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? പോയറ്റായ R.L. സ്റ്റീവൻസൺ. And hence travel writing constitute a significant part of his literary output. യാത്രകളിൽ താല്പര്യം കണ്ടെത്തിയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകൾക്കും എന്തുണ്ടായിരുന്നു? യാത്രകൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റെത് എല്ലാം. ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് ദ സ്റ്റോറേജ് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് ആർ സം ഓഫ് ഹിസ് നോട്ടബിൾ ലിറ്റററി ക്രിയേഷൻസ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്കുകളുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. ദ പോം ട്രാവൽ ഈസ് ടേക്കൺ ഫ്രം ഹിസ് കളക്ഷൻ ഓഫ് പോയംസ് ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്. നമുക്കിവിടെ പഠിക്കാനുള്ള പോയത്തിൻ്റെ പേരാണ്
ട്രാവൽ. ടേക്കൺ ഫ്രം ദ കളക്ഷൻ ഓഫ് പോയംസ്. അദ്ദേഹത്തിൻ്റെ പദ്യസമാഹാരമായ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്നതിൽ നിന്നെടുത്ത ഒരു പോമാണ് ട്രാവൽ. ഇൻ ദിസ് പോയം ഹി റിവീൽസ് ഹൗ മച്ച് ഹി ലൈക്സ് ടു ട്രാവൽസ്. ഈ പോയത്തിലൂടെ അദ്ദേഹം എന്ത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്? ഹൗ മച്ച് ഹി ലൈക്സ് ടു ട്രാവൽ. എത്രത്തോളം അദ്ദേഹം യാത്രകളെ ഇഷ്ടപ്പെട്ടിരുന്നു. ത്രൂ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഈ പോയത്തിൽ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ എന്ത് വേണം? നമുക്കൊരു അനുഭവം വേണം. നമുക്ക് അറിയില്ലാത്ത ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല. എസ്പെഷ്യലി ടു ആൻ അബാൻഡൻ സിറ്റി ഇൻ ഈജിപ്റ്റ്. ഈജിപ്റ്റിലെ ഒരു ഒറ്റപ്പെട്ട ഒരു സിറ്റിയെക്കുറിച്ചും ഈ പോയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോയം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം യാത്രകൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ട്രാവൽ. അതിൽ കോമൺ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം ആ ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. ദ ഡിസയർ ടു ട്രാവൽ ഈസ് ഇൻഹെറൻറ്റ് ഇൻ ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ. ഇൻഹെറൻറ്റ് മീൻസ് അന്തർലീനമായി കിടക്കുക, അല്ലേ? ദ ഡിസയർ മീൻസ് ആഗ്രഹം. ഓരോ മനുഷ്യനിലും അന്തർലീനമായി കിടക്കുന്ന ഒരു ആഗ്രഹമാണ് എന്ത്? യാത്ര പോവുക എന്നുള്ളത്. യാത്രകളെ ഇഷ്ടപ്പെടാത്തതായി ആരും തന്നെ ഈ ലോകത്ത് ഉണ്ടാകില്ല. Most of us are interested in visiting beautiful places, historical monuments, amusement parks, museums, and other such places of importance and attractions. നമ്മളിൽ എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനായിരിക്കും? ബ്യൂട്ടിഫുൾ പ്ലേസസ്, മനോഹരമായ സ്ഥലങ്ങൾ കാണാനായിരിക്കും. പിന്നെയോ ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, ചരിത്ര സ്മാരകങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ പോകാൻ താല്പര്യമുള്ളവരായിരിക്കും. മ്യൂസിയംസ് ആൻഡ് അതർ സച്ച് പ്ലേസസ് ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് അട്രാക്ഷൻ. അട്രാക്ഷൻ മീൻസ് ആകർഷകമായ, അല്ലേ? പ്രാധാന്യമുള്ളതും ആകർഷകവുമായ സ്ഥലങ്ങൾ കാണാനായിരിക്കും നമ്മളിൽ മിക്കവരും തന്നെ ആഗ്രഹിക്കുക. The places and the people we visit literally become a part of our life. നമ്മൾ കാണുന്ന സ്ഥലങ്ങളും അവിടുത്തെ ആൾക്കാരും സാഹിത്യപരമായി പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. ആൻഡ് ദേ ഷേപ്പ് അവർ ഔട്ട്ലുക്ക്. പല കാഴ്ചകളും നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ, ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ കാരണമാകാറുമുണ്ട്. Here is a poem on travel. Today we are going to learn the poem Travel by R.L. Stevenson. നമുക്ക് ആദ്യം പോയറ്റിനെ പരിചയപ്പെടാം. The poem Travel written by R.L. Stevenson. He was a Scottish poet. എല്ലാവരും പേജ് നമ്പർ 13 എടുക്കുക. അതിൽ താഴെ ഭാഗത്ത് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വായിക്കാം. He was a well-known Scottish poet, travel writer, essayist and novelist. സ്കോട്ടിഷ് പോയറ്റാണ് അദ്ദേഹം. മറ്റെന്തൊക്കെ രചനകളാണ് നടത്തിയിരുന്നത്? ട്രാവൽ റൈറ്റർ, എസ്സേയിസ്റ്റ് ആൻഡ് നോവലിസ്റ്റ്. ട്രാവൽ റൈറ്റർ എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണങ്ങളും എഴുതിയിരുന്നു, എസ്സേകളും എഴുതിയിരുന്നു. ഹി ഈസ് ഓൾസോ എ നോവലിസ്റ്റ്. ഓവിങ് ടു ദ ചാം ഓഫ് ഹിസ് സ്റ്റോറി ടെല്ലിംഗ്. ഓവിങ് മീൻസ് കടപ്പെടുക, ചാം മീൻസ് ഭംഗി. ഓവിങ് to the charm of his storytelling, he was popularly known as the teller of stories. അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന ആ ശൈലിയുടെ ഭംഗിയിൽ കടപ്പെട്ട് അദ്ദേഹത്തെ എന്താണ് അറിയപ്പെട്ടിരുന്നത്? ദ ടെല്ലർ ഓഫ് സ്റ്റോറീസ്. കഥകൾ പറയുന്നവരെ നമ്മൾ ഒരിക്കലും ടെല്ലർ ഓഫ് സ്റ്റോറീസ് എന്ന് എല്ലാവരെയും പറയാറില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ നല്ല ശൈലിയെ ഇവിടെ കടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ എന്താണ് വിളിച്ചിരുന്നത്? ദ ടെല്ലർ ഓഫ് stories. He was an inveterate tourist and hence travel writing constituted a significant part of his literary output. He was an inveterate tourist. അദ്ദേഹത്തിന് ഒരു സ്ഥിരമായ ഒരു ശീലമുണ്ടായിരുന്നു. എന്താണ്? അദ്ദേഹം ഒരു ടൂറിസ്റ്റ് ആയിരുന്നു. എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്തെഴുതിയിരുന്നത്? യാത്രാ വിവരണങ്ങൾ എഴുതിയിരുന്നത്. യാത്രകൾ ചെയ്യാത്ത ഒരാൾക്ക് യാത്രാ വിവരണങ്ങൾ എഴുതാൻ സാധിക്കില്ല. ഹി വാസ് ആൻ ഇൻവിറ്ററേറ്റ് ടൂറിസ്റ്റ് ആൻഡ് ഹെൻസ് ട്രാവൽ റൈറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ഹിസ് ലിറ്റററി ഔട്ട്പുട്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകളിലെല്ലാം
എന്തിന് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു? ട്രാവലിങ്ങിന്, അല്ലേ, യാത്രകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള റൈറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം. യാത്രകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ കൃതികളെല്ലാം. ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് ആർ സം ഓഫ് ഹിസ് നോട്ടബിൾ ലിറ്റററി ക്രിയേഷൻ. അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്കുകളുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും വായിച്ചു നോക്കണം. The poem Travel is taken from his collection of poems Child's Garden of Verses. ഇവിടെ നമുക്ക് ട്രാവൽ എന്നുള്ള പോമാണ് പഠിക്കാനുള്ളത്. ആ പോം ഏത് കളക്ഷനിൽ നിന്ന്, ഏത് പദ്യസമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്? ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്നുള്ള പദ്യസമാഹാരത്തിൽ നിന്നും എടുത്ത ഒരു പോമാണ് ദി ട്രാവൽ. In this poem, he reveals how much he likes to travel through the different parts of the world. ഈ പോയത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെയും അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അത്രയും താല്പര്യം, എന്തോരം താല്പര്യമുണ്ടായിരുന്നു, യാത്രകളോട് എന്തോരം താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഈ പോയത്തിൽ പറയുന്നുണ്ട്. എസ്പെഷ്യലി ടു ആൻ അബാൻഡൻഡ് സിറ്റി ഇൻ ഈജിപ്റ്റ്. പ്രധാനമായും ഒറ്റപ്പെട്ട ഒരു സിറ്റി, ഈജിപ്തിലെ ഒരു ഒറ്റപ്പെട്ട സിറ്റിയെക്കുറിച്ചും ഈ പോയത്തിൽ പറയുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. ട്രാവൽ. ഈ പോം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പദ്യസമാഹാരത്തിലെ മിക്ക പദ്യങ്ങളും ഒരു കുട്ടിയുടെ വോയിസിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. പെർഹാപ്സ് ഇൻ ദ വോയിസ് ഓഫ് എ ബോയ്. ഒരു കുട്ടിയുടെ വോയിസിലൂടെയാണ് നമ്മളോട് പറഞ്ഞു തരാൻ പോയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പോം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയുടെ വോയിസിലൂടെയാണ്. ആ കുട്ടി എന്തൊക്കെ സ്ഥലങ്ങൾ കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഈ പോമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹീസ് ഡേ ഡ്രീമിങ് ഓഫ് വിസിറ്റിംഗ് സം പ്ലേസസ്. മനസ്സിൽ ഇങ്ങനെ കാണുകയാണ്, ഞാൻ ഇന്ന സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ കുട്ടി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നതായിട്ടാണ് ഈ പോം. നമുക്ക് തുടങ്ങാം. ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ. ഞാൻ എന്ത് ചെയ്യും? ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ. ഞാൻ ഉണർന്നെഴുന്നേറ്റ് പോകും. എങ്ങോട്ട് പോകും? വേർ ദ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ. വേർ എന്നുള്ള വാക്ക് വെച്ച് ഓരോരോ സ്ഥലങ്ങൾ, കുട്ടി പോകാൻ ആഗ്രഹിക്കുന്ന ഓരോരോ സ്ഥലങ്ങൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകാൻ ആഗ്രഹിക്കുന്നതാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ദ ബോയ് ലൈക്ക് ടു വിസിറ്റ് ദ പ്ലേസ് വെർ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ. എവിടെയാണോ സ്വർണ്ണ ആപ്പിളുകൾ വളരുന്നത് അവിടെയാണ് കുട്ടി ആദ്യമായി പോകാൻ ആഗ്രഹിക്കുന്നത്. ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ വേർ ദ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ. എവിടെയാണോ ഗോൾഡൻ ആപ്പിൾസ് വളരുന്നത് അവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഗോൾഡൻ ആപ്പിളുമായി ബന്ധപ്പെട്ട് ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു കഥയുണ്ട്. ഹെർക്കുലീസ് ആണ് ഈ ഗോൾഡൻ ആപ്പിൾ പറിക്കാൻ വേണ്ടി പോയത്. ഹെർക്കുലീസ് എങ്ങനെയാണ് ഗോൾഡൻ ആപ്പിൾ പറിക്കാൻ പോയത്? ഹെർക്കുലീസിൻ്റെ 11ാമത്തെ ടാസ്ക് ആയിരുന്നു ഗോൾഡൻ ആപ്പിൾ കൊണ്ടുവരിക എന്നുള്ളത്. ഹെർക്കുലീസിനെ എന്താണ്, ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഹീറോ ആണ് ആര്? ഹെർക്കുലീസ്. ഹെർക്കുലീസിനെ ആ രാജ്യത്ത് വരുന്നവരെല്ലാം എന്ത് വിചാരിച്ചിരുന്നു? ഹെർക്കുലീസാണ് ഹെർക്കുലീസിൻ്റെ രാജ്യത്തെ രാജാവ് എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഹെർക്കുലീസിനെ നാട് കടത്താൻ രാജാവ് കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു എന്ത്? ഗോൾഡൻ ആപ്പിൾസ് പറിച്ചു കൊണ്ടുവരിക എന്ന ടാസ്ക് ഹെർക്കുലീസിനെ ഏൽപ്പിക്കുക എന്നുള്ളത്. ഹെസ്പിരിഡസ് എന്ന രാജാവാണ് ഹെർക്കുലീസിന് ഈ ടാസ്ക് കൊടുത്തത്. ഇത് ഹെർക്കുലീസിൻ്റെ 11ാമത്തെ ടാസ്ക് ആയിരുന്നു. പക്ഷേ ഹെർക്കുലീസ് എന്ത് ചെയ്തു? ആ സ്ഥലം ഏതാണെന്ന് അറിയില്ലാതിരുന്നിട്ടും ഹെർക്കുലീസ് അന്വേഷിച്ച് അവസാനം ഹെർക്കുലീസ് എന്ത് കൊണ്ടുകൊടുത്തു? രാജാവിന് 3 സ്വർണ്ണ ആപ്പിളുകൾ കൊണ്ടുകൊടുത്ത് അതിൽ വിജയം കൈവരിച്ചു. അപ്പോൾ എന്താണ്, ആ സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഇത് കുട്ടി പണ്ട് വായിച്ച കഥകളിൽ എവിടെയോ കേട്ട ഒരു സ്ഥലമായിരിക്കാം. ദ ലാൻഡ് വേർ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ, അല്ലേ? ദ ഗാർഡൻ ഓഫ് ഗോൾഡൻ ആപ്പിൾസ്. ഗോൾഡൻ ആപ്പിൾസിൻ്റെ ഗാർഡൻ എന്നുള്ള ആ സ്ഥലം കുട്ടി ചിലപ്പോൾ പണ്ട് വല്ല കഥയിലും വായിച്ച സ്ഥലമായിരിക്കും. അപ്പോൾ കുട്ടി ആദ്യമായി ആഗ്രഹിക്കുന്നത് ആ ഇമാജിനറി പ്ലേസിൽ പോകാൻ, സാങ്കല്പികമായി തൻ്റെ മനസ്സിലുള്ള ആ സ്ഥലത്ത് പോകാനാണ് കുട്ടി ആദ്യമായി ആഗ്രഹിക്കുന്നത്, അല്ലേ? Where below another sky parrot islands anchored lie, and watched by cockatoos and goats. Then the boy wishes to go to Parrots Islands.
പാരറ്റ് ഐലൻഡ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടാമതായി കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നത്. അത് എവിടെയുള്ള സ്ഥലമാണ്? പാരറ്റ്സ് ഐലൻഡ്സ് ഇൻ ബ്രസീലിലുള്ള സ്ഥലമാണ്. And watched by cockatoos and goats, where one can see only cockatoos and goats. ആ പാരറ്റ്സ് ഐലൻഡിൽ എന്തിനെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? കൊക്കറ്റൂസ് ആൻഡ് ഗോഡ്സ്. കൊക്കറ്റൂസ് എന്ന് പറഞ്ഞാൽ തലയിൽ ശിഖരമുള്ള ഒരു തരം തത്തയാണ് എന്തെന്ന് പറയുന്നത്? കൊക്കറ്റൂസ് എന്ന് പറയുന്നത്. കൊക്കറ്റൂസിനെയും ഗോഡ്സിനെയും മാത്രമേ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ദ ബോയ് വിഷസ് ടു ഗോ ടു the garden of golden apples. Then he wishes to go to Parrots Island. രണ്ടെണ്ണം മനസ്സിലായല്ലോ. ആദ്യം ഗാർഡൻ ഓഫ് ഗോൾഡൻ ആപ്പിൾസിൽ പോകാൻ കുട്ടി ആഗ്രഹിക്കുന്നു. ദെൻ പാരറ്റ് ഐലൻഡ്സിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ലോൺലി ക്രൂസോസ് ബിൽഡിംഗ് ബോട്ട്സ്. എവിടെയാണ്? അവിടെ എന്തുണ്ട്? ലോൺലി ക്രൂസോസ് ബിൽഡിംഗ് ബോട്ട്സ്. ഇനി കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സ്ഥലമാണ് ലോൺലി ക്രൂസോസ് ബിൽഡിംഗ് ബോട്ട്സ്. ക്രൂസോ ആരാണ്? റോബിൻസൺ ക്രൂസോ എന്നാണ് മുഴുവൻ പേര്. ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ എന്ന കൃതിയിലെ മെയിൻ പ്രൊട്ടാഗോണിസ്റ്റാണ്, മെയിൻ ക്യാരക്ടറാണ് ആര്? റോബിൻസൺ ക്രൂസോ. റോബിൻസൺ ക്രൂസോ ഒരു ഐലൻഡിൽ ഒറ്റപ്പെട്ടു പോവുകയും കുറേ കാലം അവിടെ കഴിയുകയും ചെയ്തു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാൻ ഒരു മാർഗവുമില്ല. അവിടെ ആൾതാമസമില്ലാത്തതുകൊണ്ടും റോബിൻസൺ ക്രൂസോയ്ക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്തപ്പോൾ റോബിൻസൺ ക്രൂസോ എന്ത് ചെയ്യുകയാണ്? ഹീ ഈസ് സ്ട്രഗിളിങ്. അയാൾ കഷ്ടപ്പെടുകയാണ്. ടു ബിൽഡ് എ ബോട്ട്. ഒരു ബോട്ട് തയ്യാറാക്കി ആ ബോട്ടിൽ എങ്ങനെയെങ്കിലും ആ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇതൊക്കെ എന്താണ്? ഇമാജിനറി പ്ലേസസ് ആണ് അല്ലേ? ആ റോബിൻസൺ ക്രൂസോ കഷ്ടപ്പെട്ട് ബോട്ട് ഉണ്ടാക്കുന്ന ആ ഐലൻഡിൽ പോകാനാണ് കുട്ടി അടുത്തതായി ആഗ്രഹിക്കുന്നത്. വേർ ഇൻ സൺഷൈൻ റീച്ചിങ് ഔട്ട് ഈസ്റ്റേൺ സിറ്റീസ്. പിന്നീട് പോകാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ്? ദ സൺക്ലാഡ് ഈസ്റ്റേൺ സിറ്റീസ് അല്ലേ? സൂര്യ തേജസ്സുള്ള എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു? ഈസ്റ്റേൺ സിറ്റീസിൽ പോകാൻ ആഗ്രഹിക്കുന്നു. മൈൽസ് എബൌട്ട് ആർ വിത്ത് മോസ് ആൻഡ് മിനാരറ്റ്സ് എമംഗ് സാൻഡി ഗാർഡൻസ് സെറ്റ്. അവിടെയുള്ള സാൻഡി ഗാർഡനിലുള്ള, സാൻഡി മീൻസ് മണലാരണ്യങ്ങൾ അല്ലേ? സാൻഡി ഗാർഡൻസിലുള്ള എന്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്? മോസ്ക് ആൻഡ് മിനാരറ്റ്സ്. മുസ്ലിങ്ങളുടെ മോസ്കും മിനാരങ്ങളും ഒക്കെയാണ് കുട്ടി അടുത്തതായി കാണാൻ ആഗ്രഹിക്കുന്നത്. എവിടെയുള്ള മോസ്കും മിനാരങ്ങളും? ഈസ്റ്റേൺ സിറ്റിയിലുള്ള മോസ്കും മിനാരങ്ങളും. ആൻഡ് ദ റിച്ച് ഗുഡ്സ് ഫ്രം നിയർ ആൻഡ് ഫോർ ഹാങ് ഫോർ സെയിൽ ഇൻ ബസാർ. അവിടെ എന്താണ്? അവിടെയുള്ള ബസാറിലും കൂടെ കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നു. ആ സ്ഥലം മിക്കവാറും ഏതായിരിക്കാം? കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. There he would visit bazaar where many goods hanging for sale. ആ ബസാറിൽ കുറേ സാധനങ്ങൾ, ഹാങ്ങിങ് മീൻസ് തൂക്കിയിടുക, ഫോർ സെയിൽ വിൽപ്പനയ്ക്ക് വേണ്ടി കുറേ സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആ ഈസ്റ്റേൺ സിറ്റിയിലെ ബസാറിൽ പോകാൻ കൂടി കുട്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യം എവിടെയൊക്കെ പോകാനാണ്? കുറേ ഇമാജിനറി വേൾഡുകളിൽ പോകാനാണ് കുട്ടി ആഗ്രഹിക്കുന്നത്. ആദ്യമായി പറയുന്നത് എന്താണ്? ദ ഗാർഡൻ വേർ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ. ദെൻ the boy wishes to go to the Parrots Island. പിന്നെയോ the island where Robinson Crusoe is trying to build a boat. Next he wishes to go to eastern cities. അവിടെയുള്ള ബസാറിലും പോകാൻ കുട്ടി ആഗ്രഹിക്കുന്നു. ഇനി കുട്ടി കുറച്ച് റിയൽ ആയ വേൾഡിലേക്ക് വരികയാണ്. നമ്മൾ ശരിക്കും കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളിലേക്ക് വരികയാണ്. Where the great wall round China grows. Then he wishes to visit the place China where the great wall of China അല്ലേ? ചൈനയുടെ വൻമതിൽ കാണാൻ കുട്ടി ആഗ്രഹിക്കുന്നു. And on one side the desert blows. അവിടെ വൺ സൈഡിൽ ഒരു വശത്ത് എന്താണ്? The desert blows. Desert means മരുഭൂമി. മരുഭൂമിയിൽ എന്ത് വീശുന്ന ശബ്ദം കേൾക്കാം? കാറ്റ്. ബ്ലോസ് മീൻ കാറ്റ് വീശുന്ന ശബ്ദം കേൾക്കാം. ആൻഡ് വിത്ത് ബെൽ ആൻഡ് വോയ്സ് ആൻഡ് ഡ്രം സിറ്റീസ്. മറുഭാഗത്ത് എന്താണ്? ഒരു ഭാഗത്ത് മരുഭൂമിയിൽ കാറ്റ് വീശുന്ന ശബ്ദമാണ്. ഓൺ ദ അതർ സൈഡ് വി ക്യാൻ ഹിയർ ദ സെലിബ്രേഷൻ ഫ്രം ദ സിറ്റീസ്. ഡ്രമ്മിൻ്റെ ഒക്കെ സൗണ്ട് എന്താണ്? ഒരു സെലിബ്രേഷനെയാണ് സൂചിപ്പിക്കുന്നത്. സിറ്റിയിൽ നിന്നുള്ള ആഘോഷങ്ങളുടെ ശബ്ദവും നമ്മൾക്ക് കേൾക്കാം. അപ്പോൾ എവിടെയാണ് കുട്ടി പോകാൻ ആഗ്രഹിക്കുന്നത്? ഹി വിഷസ് ടു വിസിറ്റ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന.
വേർ ആർ ഫോറസ്റ്റ് ഹോട്ട് ആസ് ഫയർ? എവിടെയാണോ ഫോറസ്റ്റ് ഉള്ളത്? എങ്ങനെയുള്ള ഫോറസ്റ്റ്? ഹോട്ട് ആസ് ഫയർ, ഉഷ്ണമേഖലയിലെ നല്ല ചൂടുള്ള തീ പോലുള്ള ചൂടുള്ള വനമേഖലകളിൽ പോകാൻ കുട്ടി ആഗ്രഹിക്കുന്നു. വൈഡ് ആസ് ഇംഗ്ലണ്ട്, ദ ഫോറസ്റ്റ് ഈസ് വാസ്റ്റ് ആസ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ പോലെ വിശാലമായ ആ കാടുകൾ കാണാനും കുട്ടി ആഗ്രഹിക്കുന്നു. ടോൾ ആസ് സ്പയർ, he also wishes to see the tall buildings. Spire means അഗ്രം, ഏറ്റവും മുകൾ ഭാഗം എന്നൊക്കെ പറയും. ടോൾ മീൻസ് ഉയരം കൂടിയ. He also wishes to see the tall buildings. Full of apes and coconuts. അവിടെ എന്താ കാണാൻ കഴിയുക? we can see apes and coconuts. Apes means വാനരന്മാർ, കുരങ്ങന്മാർ എന്നൊക്കെ പറയും. there we can see apes and coconuts. ആ ഫോറസ്റ്റിൽ എന്ത് കാണാൻ സാധിക്കും? apes, we can see apes and coconuts. and the negro hunters hunt. നമുക്കവിടെ ആരെ കൂടെ കാണാൻ പറ്റും? നീഗ്രോ ഹണ്ടേഴ്സ്. ഹണ്ടേഴ്സ് മീൻസ് വേട്ടക്കാർ. ഹണ്ട് മീൻസ് വേട്ടയാടുക അല്ലേ? നീഗ്രോ ഹണ്ടേഴ്സ് അവിടെ വേട്ടയാടുന്നത് നമുക്ക് ആ ഫോറസ്റ്റിൽ കാണാൻ സാധിക്കും. വേർ ദ നോട്ടി ക്രോക്കഡൈൽ ലൈസ് ആൻഡ് ബ്ലിങ്സ് ഇൻ ദ നൈൽ. പിന്നെ എന്താണ് കുട്ടി കാണാൻ ആഗ്രഹിക്കുന്നത്? വേർ ദ നോട്ടി ക്രോക്കഡൈൽ, ക്രോക്കഡൈൽ മീൻസ് മുതലകൾ അല്ലേ? ലൈസ് ആൻഡ് ബ്ലിങ്സ് ഇൻ ദ നൈൽ. ബ്ലിങ്സ് മീൻസ് തിളങ്ങുക അല്ലെങ്കിൽ മിന്നുക. ലൈസ് മീൻസ് കിടക്കുക. ഇൻ ദ നൈൽ, നൈലിൽ എന്ത് കിടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു? വലിയ ക്രോക്കഡൈൽസ് കിടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദ റെഡ് ഫ്ലാമിംഗോ ഫ്ലൈസ് ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ്. തൻ്റെ കൺമുന്നിലൂടെ എന്ത് പറന്ന് ഫിഷിനെ പിടിക്കുന്നതാണ് കാണുന്നത്? റെഡ് ഫ്ലെമിംഗോ ഫ്ലൈസ്. ഫ്ലെമിംഗോ മീൻസ് അരയന്നങ്ങൾ അല്ലേ? ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ്. ഹണ്ടിങ് മീൻസ് വേട്ടയാട് അല്ലേ? ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ്. തൻ്റെ കൺമുന്നിലൂടെ ഈ ചുവന്ന അരയന്നങ്ങൾ എന്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നു? മീനുകളെ ഇങ്ങനെ പറന്ന് താഴ്ന്നു വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് കുട്ടി കാണുന്നു. വേർ ഇൻ ജംഗിൾസ് നിയർ ആൻഡ് ഫോർ മാൻ ഡിവോറിങ് ടൈഗേഴ്സ് ആർ. കുട്ടി കാണുന്ന ജംഗിളിൽ എന്താണുള്ളത്? മാൻ ഡിവോറിങ് ടൈഗേഴ്സ്. ജംഗിൾ മീൻസ് കാട്. നിയർ ആൻഡ് ഫോർ മാൻ ഡിവോറിങ് ടൈഗേഴ്സ് ആർ. മാൻ ഡിവോറിങ് മീൻസ് മാൻ ഈറ്റിംഗ്, മനുഷ്യനെ തിന്നുന്ന ടൈഗേഴ്സിനെ അവിടെ കാണാം. ലൈയിങ് ക്ലോസ് ആൻഡ് ഗിവിങ് ഇയർ ലെസ്റ്റ് ദ ഹണ്ട് ബി ഡ്രോയിങ് നിയർ ഓർ എ കമർ ബൈ സീൻ. അവരെന്താണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരേ കമർ ബൈ സീൻ, പുതിയൊരാൾ വരുന്ന ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാൻ ഈറ്റിംഗ് ടൈഗേഴ്സ് ആണെന്ന് പറഞ്ഞു. ദേ ആർ വെയിറ്റിംഗ് ഫോർ എ ന്യൂ കമർ, പുതിയൊരാൾ വരുന്നത്. സ്വിങ്ങിങ് ഇൻ എ പാലക്വിൻ. സ്വിങ്ങിങ് മീൻസ് ഊഞ്ഞാലാട. പാലക്വിൻ മീൻസ് പല്ലക്ക് അല്ലേ? അവരെന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്? ദ മാൻ ഡിവോറിങ് ടൈഗേഴ്സ് വെയിറ്റിംഗ് ഫോർ എ ന്യൂ കമർ, പുതിയൊരാൾ വരുന്നത് വെയിറ്റ് ചെയ്യുകയാണ്. വേർ എമ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇതുവരെ നമ്മൾ കുട്ടി ഏതൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്? ദ ബോയ് വിഷസ് ടു വിസിറ്റ് the garden where golden apples grow. Then the boy wishes to visit Parrot Islands, eastern cities. Sometimes it is Constantinople. Then he wishes to visit Great Wall of China and forest hot as fire. Then he wishes to visit jungles. Finally, he wishes to visit an ancient city. Where among the desert sands some deserted cities stands. ഈജിപ്തിലെ ഡെസേർട്ട് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡെസേർട്ട് സിറ്റിയെക്കുറിച്ചാണ് അവസാനമായി കുട്ടി പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. All its children, sweep and prince, grown to manhood ages since. All its children, സ്വീപ്പ് ആൻഡ് പ്രിൻസ്. അവിടെയുള്ള എല്ലാ കുട്ടികളും സ്വീപ്പേഴ്സ് ആയിക്കോട്ടെ, പ്രിൻസസ് ആയിക്കോട്ടെ, താഴ്ന്ന ജോലിക്കാരായിക്കോട്ടെ, രാജകുമാരന്മാരോ രാജകുമാരികളോ ആരും ആയിക്കോട്ടെ, ദേ ഗ്രോൺ ടു മാൻഹുഡ് ഏജസ്. അവരൊക്കെ എന്തായിരിക്കുന്നു? മാൻഹുഡ്, വലിയ ആൾക്കാർ ആയിരിക്കുന്നു. കുട്ടികളുടെ ആ പ്രായം, ആ കാലഘട്ടം കടന്ന് മാൻഹുഡിലേക്ക് കടന്നിരിക്കുന്നു.
നോട്ട് എ ഫുഡ് ഇൻ സ്ട്രീറ്റ് ഓർ ഹൗസ്. ആ സിറ്റിയിൽ, ആ ഡെസേർട്ടഡ് സിറ്റിയിൽ എന്ത് കേൾക്കാൻ സാധിക്കുന്നില്ല? നോട്ട് എ ഫുഡ് ഇൻ സ്ട്രീറ്റ് ഓർ ഹൗസ്. ഒരു ഫുഡ് മീൻസ് കാലൊച്ച എന്നൊക്കെ പറയില്ലേ, കാലനക്കം പോലും എവിടെയും കേൾക്കുന്നില്ല. സ്ട്രീറ്റ് ഓർ ഹൗസ്, തെരുവിലോ വീടുകളിലോ ഒരു കാലൊച്ച പോലും കേൾക്കാൻ സാധിക്കുന്നില്ല. നോട്ട് എ സ്റ്റിർ ഓർ ചൈൽഡ് ഓർ മൗസ്. ഒരു ചെറിയ സ്റ്റിർ മീൻസ് അനക്കം, ഒരു ചെറിയ അനക്കം പോലും കേൾക്കുന്നില്ല. എന്തിൻ്റെ? ഒരു ചെറിയ കുട്ടികളുടെയോ അല്ലെങ്കിൽ ചെറിയ എലികളുടെയോ ഒരു ഞരക്കമോ അനക്കമോ പോലും ആ സിറ്റിയിൽ ഇപ്പോൾ കേൾക്കുന്നില്ല. And when kindly falls the night, in all the town no spark of light. And when kindly falls the night, അങ്ങനെ പതിയെ എന്തായി? രാത്രിയായി. In all the town no spark of light. ആ ടൗണിൽ ഒരു തുള്ളി വെളിച്ചം പോലും നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. There I will come when I am a man. ആ ഡെസേർട്ടഡ് സിറ്റിയിൽ, ആ മരുഭൂമി പോലെ ആ സിറ്റിയിൽ ഞാൻ ഇന്ന് വരും. There I will come when I am a man. ഞാനൊരു വലിയ ആളാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? I will definitely visit that deserted city. ആ സിറ്റി ഞാൻ വിസിറ്റ് ചെയ്യും, അത് ഞാൻ കാണാൻ വരും. With a camel caravan. Camel caravan എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിലെ ഒട്ടകത്തിന് മുകളിലാണ് സഞ്ചാരികൾ സഞ്ചരിക്കുക അല്ലേ? അങ്ങനെയുള്ള ഒരു വാഹനത്തിൽ ഞാൻ ഈ സിറ്റി കാണാൻ വേണ്ടി വലുതാകുമ്പോൾ വരും. ലൈറ്റ് എ ഫയർ ഇൻ ദ ഗ്ലൂം. ഗ്ലൂം മീൻസ് ഇരുട്ട്. ആ ഇരുട്ടിൽ ഞാൻ എന്ത് ചെയ്യും? ലൈറ്റ് എ ഫയർ, അവിടെ ഞാനൊരു തിരി കത്തിക്കും. ഓഫ് സം ഡസ്റ്റി ഡൈനിങ് റൂം. എവിടെയാണ് കത്തിക്കുക? സം ഡസ്റ്റി. ഡസ്റ്റി മീൻസ് പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ഡൈനിങ് റൂമിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു തിരി കത്തിക്കും. സീ ദ പിക്ചേഴ്സ് ഓൺ ദ വാൾസ്. അങ്ങനെ തിരി കത്തിച്ച് കഴിയുമ്പോൾ എനിക്ക് എന്ത് കാണാൻ കഴിയും? ഐ ക്യാൻ സീ ദ പിക്ചേഴ്സ് ഓൺ ദ വാൾസ്. ആ ഭിത്തിയിൽ പതിച്ചിരിക്കുന്ന ചിത്രങ്ങൾ എനിക്ക് കാണാൻ സാധിക്കും. അവിടെ എന്തൊക്കെ പിക്ചേഴ്സാണുള്ളത്? പിക്ചേഴ്സ് ഓഫ് ഹീറോസ് അല്ലേ? ഹീറോസിൻ്റെ ചിത്രങ്ങളുണ്ട്, ഫൈറ്റ്സ് യുദ്ധങ്ങളുടെ ചിത്രങ്ങളുണ്ട്, ആൻഡ് ഫെസ്റ്റിവൽസ് ആഘോഷങ്ങളുടെ ചിത്രങ്ങളും ആ ഭിത്തിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ആൻഡ് ഇൻ എ കോർണർ ഫൈൻഡ് ദ ടോയ്സ് ഓഫ് ദ ഓൾഡ് ഈജിപ്ഷ്യൻ ബോയ്സ്. ഓൾഡ് ഈജിപ്ഷ്യൻ ബോയ്സ്, ഉപേക്ഷിച്ചു പോയ കുറേ ടോയ്സ് കളിപ്പാട്ടങ്ങളും ഐ ക്യാൻ സീ ഇൻ ദ കോർണർ. ആ കോർണറിൽ എനിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവസാനമായി പറഞ്ഞത് എന്തായിരുന്നു? അറ്റ് ലാസ്റ്റ് ഹി വിഷ് ടു വിസിറ്റ് ഡെസേർട്ട് സാൻഡ്സ്, സം ഡെസേർട്ടഡ് സിറ്റി സ്റ്റാൻഡ്സ്. അവിടെയുള്ള ഡെസേർട്ടഡ് സിറ്റിയാണ് കാണാൻ ആഗ്രഹിച്ചത്. അവിടെ എന്താണ്? ഓൾ ഇറ്റ്സ് ചിൽഡ്രൻ സ്വീപ്പ് ആൻഡ് പ്രിൻസ് ഗ്രോൺ ടു മാൻഹുഡ്. അവിടെയുള്ള ആൾക്കാരൊക്കെ എന്തായിരിക്കുന്നു? മാൻഹുഡിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ ഒരു കാലൊച്ച പോലും കേൾക്കാൻ സാധിക്കുന്നില്ല. ആ സിറ്റിയിൽ രാത്രിയായാൽ എന്താണ്? ഒരു വെളിച്ചത്തിൻ്റെ ഒരു കണിക പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്? ഐ വിൽ കം ദാറ്റ് പ്ലേസ് വെൻ ഐ ആം എ മാൻ. ഞാനൊരു വലിയ മനുഷ്യനാകുമ്പോൾ ഞാൻ ആ സ്ഥലം വിസിറ്റ് ചെയ്യും. എന്തിലാണ്? ഒരു ഒട്ടകത്തിനെ കൊണ്ട് സഞ്ചരിക്കുന്ന വാഹനത്തിൽ, ക്യാമൽ കാരവനിൽ ഞാൻ ആ സ്ഥലം കാണാൻ പോകും. അവിടുത്തെ ഡസ്റ്റി ഡൈനിങ് റൂമിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു തിരി കത്തിക്കും, അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിക്കും. അപ്പോൾ എനിക്ക് എന്ത് കാണാൻ സാധിക്കും? ദ പിക്ചേഴ്സ് ഓൺ ദ വാൾസ്. ഹീറോസിൻ്റെയും ഫൈറ്റ്സിൻ്റെയും ഫെസ്റ്റിവലിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ അവിടെ ആ ഭിത്തിയിൽ തൂക്കിയിട്ടുണ്ട്. അതെനിക്ക് കാണാൻ സാധിക്കും. പിന്നെ എന്തുകൂടെ കാണാൻ സാധിക്കും? ആ കോർണറിൽ കുറേ ഈജിപ്ഷ്യൻ ബോയ്സ് ഉപേക്ഷിച്ച് പോയ കുറേ ടോയ്സ് ഉണ്ട്, അതുകൂടി എനിക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കേണ്ടത് നിർബന്ധമായ ഒരു കാര്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ സ്ഥലങ്ങളാണ് കുട്ടി കാണാൻ ആഗ്രഹിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വേർ ഡസ് ദ പോയറ്റ് ലൈക്ക് ടു വിസിറ്റ്? എവിടേക്കാണ് പോകാൻ ആഗ്രഹിച്ചത്? ദ പോയറ്റ് വിഷസ് ടു ഗോ ടു ദ ഗോൾഡൻ ആപ്പിൾ ഓർച്ചാർഡ്, Parrot Islands, eastern cities with its mosque, minarets and bazaar, Great Wall of China, places with wild animals and hunters,
അൺഡെസേർട്ടഡ് സിറ്റി ഇൻ ഈജിപ്റ്റ്. ഇത്രയും സ്ഥലങ്ങളാണ് കുട്ടി കാണാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതിനുശേഷം പാഠം നന്നായി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.